ഹായ് ഓൾ, നമസ്കാരം. സൈലന്റ് ടെക്നിക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മള് ഇനി വരാൻ പോകുന്ന നമ്മുടെ LSTD ഗ്രേഡ് 2 എക്സാമിന്റെ കുറെ സാധ്യതകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ മുന്നിലേക്ക് 2 എക്സാമുകൾ ഉണ്ട് അല്ലെ. നമുക്ക് ഒക്ടോബർ 30 നടക്കാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിന്റെ എക്സാം ഉണ്ട്. അതുപോലെ ഈ ഒരു എക്സാം ഞാനിപ്പോ പറഞ്ഞ ഒരു ഗ്രേഡ് 2 LSTD ഗ്രേഡ് 2 എക്സാം എന്ന് പറയുന്നത് നമ്മൾ നവംബർ 22 ആ ഒരു കലണ്ടറിൽ ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു വാട്ടർ അതോറിറ്റി എക്സാമിന് നമുക്ക് സിവിലും മെക്കാനിക്കലും പഠിക്കാനുണ്ട്. ഈ ഒരു ഗ്രേഡ് 2 എക്സാം നമ്മുടെ സിവിലുകാരുടെ മാത്രം എക്സാം ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സാമിന് മുൻനിർത്തിക്കൊണ്ട് ആ ഒരു എക്സാമിന് പഠിക്കും. നിങ്ങൾ മിക്കവാറും ഇപ്പൊ കുറെ എക്സാംസ് ഒരുപാട് നമ്മുടെ ഒരു ജൂൺ ജൂലൈ മുതൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എക്സാംസിന്റെ നമ്മുടെ LSTD ഗ്രേഡ് 1 ഒക്കെ റാങ്ക് ഷോർട്ട് ലിസ്റ്റ് അടക്കം വന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് നല്ല കുറച്ച് ഊർജ്ജം കിട്ടിയിട്ടുണ്ടാകും. കുറെ ആൾക്കാർക്ക് അതിലൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ട് ഒരു ഡീമോട്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല ഊർജ്ജസ്വലമായിട്ട് വീണ്ടും പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് മെയിൻലി ഒന്നുമില്ല, നമ്മുടെ ആ ഒരു എക്സാം ഇതിന് മുന്നേ നടന്നപ്പോൾ അതിൽ എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഒരു ചെറിയൊരു അനാലിസിസും, അതുപോലെ ഇനി വരാൻ പോകുന്ന ആ എക്സാമിൽ എങ്ങനെയൊക്കെ ആയിരിക്കാം ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു നമ്പർ ഓഫ് ആൾക്കാരുടെ കാര്യമൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു പഴയ എക്സാം അല്ലെ, നമുക്ക് 2021 നടന്നിട്ടുള്ള ആ ഒരു എക്സാമിന്റെ കാര്യം നമുക്ക് നോക്കാം. ആ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴാണ് 23/6/2022 അല്ലെ. ജൂണിലാണ് 2022 ആ ഒരു എക്സാമിന്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത്. അതുപോലെ ആ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസീസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ ഇനി അങ്ങോട്ടേക്കുള്ളല്ലേ ഒരു എക്സാം കഴിഞ്ഞ് നമ്മുടെ ആ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 3 വർഷത്തോളം കാലം നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു 3-4 വർഷത്തെ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ആ ഒരു എക്സാം നമുക്ക് ഒരു വളരെ നല്ലൊരു അവസരമായിട്ട് മാറും അല്ലെ. അപ്പൊ ഇതിന്റെ കേസിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു നമ്പർ കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ അഡ്വൈസ് 897 ആൾക്കാർക്കാണ് ആ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ അഡ്വൈസുകൾ പോയിട്ടത്. അതിന്റെ റാങ്ക് ലിസ്റ്റില് അപ്രോക്സിമേറ്റ്ലി ഞാൻ എക്സാക്ട് നമ്പർ പറഞ്ഞുതരാം, 1500 പരം ആൾക്കാരുടെ ആയിരുന്നു ഒരു മെയിൻ ലിസ്റ്റ് വന്നിട്ടായിരുന്നത്. അപ്പൊ അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഏകദേശം ഈ പറഞ്ഞ ഒരു 900ന്റെ അടുത്ത ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു പോസ്റ്റിംഗ് ആണ്. ഒരു റേറ്റ് ഓഫ് അഡ്വൈസ് എൻട്രികൾ ആയിട്ടുള്ള ഒരു റേഷ്യോ നോക്കിയാൽ വളരെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് പോസ്റ്റിംഗ് പോയിട്ടുള്ള ആ ഒരു എക്സാം ആണ് ഈ പറയുന്ന ഒരു ഗ്രേഡ് 2 LSTD ഗ്രേഡ് 2 എന്ന് പറയുന്ന ആ ഒരു എക്സാം. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള നമുക്ക് ഇനി നടക്കാൻ പോകുന്ന എക്സാമിൽ ഏകദേശം ഈ ഒരു റേഞ്ച് ഒക്കെ തന്നെ, അതായത് ഒരു 1000-1500 അടക്കമൊക്കെ ആൾക്കാരുടെ ലിസ്റ്റ് ആയിരിക്കാം അല്ലെ. ഗ്രേഡ് 2 ആയതുകൊണ്ട് നമ്മൾ ഗ്രേഡ് 1 എക്സാമിന്റെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് കണ്ടതാണ്. ഏകദേശം 620 അടുത്താണ് ആൾക്കാരാണ് ആ ഒരു മെയിൻ ലിസ്റ്റ് വന്നത് അല്ലെ. ഗ്രേഡ് 2 ആയതുകൊണ്ട് എന്തായാലും വേക്കൻസീസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതിന്റെ നമ്പർ നമുക്ക് എക്സാക്ട് ആയിട്ട് ഒരു നമ്പർ പറയാൻ പറ്റില്ല. മേ ബി ആ ഒരു ഉണ്ടാകപ്പെടുന്ന ആ ഒരു വേക്കൻസീസിന്റെയും അതുപോലെ ബാക്കിയുള്ള പല ഫാക്ടേഴ്സിന്റെ ഭാഗമായിട്ടായിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ആ ഒരു നമ്പർ വരും അല്ലെ. അപ്രോക്സിമേറ്റ്ലി ആ ഒരു നമ്പറൊക്കെ തന്നെ നമ്മുടെ PSC കീപ്പ് ചെയ്തേക്കാം. 1500 അല്ലെങ്കിൽ 1000-1500 ഇടയിൽ ആ ഒരു നമ്പർ PSC കീപ്പ് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു അനാലിസിസ് നമ്മുടെ ആ ഒരു PSCന്റെ സൈറ്റില് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് പ്രകാരം ഓപ്പൺ കാറ്റഗറി വൈസ് നോക്കിയാൽ നമുക്ക് മെയിൻലി ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഒരു ഒഴുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ഓപ്പൺ കാറ്റഗറിന്റെ ആ ഒരു നമ്പർ ഓഫ് പോസ്റ്റിംഗ് പോലെയാണ്. സോ 1012 റാങ്കിലുള്ള ആൾക്കാർക്ക് വരെ അതിന്റെ അകത്ത് പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ഏകദേശം മേ ബി ആ ഒരു 897 എന്ന് പറയുന്ന ആ ഒരു നമ്പർ ഓഫ് അഡ്വൈസ് പോയ എക്സാം ആണ്. അതിന്റെ അകത്ത് ഈ പറഞ്ഞ ഓപ്പൺ കാറ്റഗറിന്റെ അകത്ത് 1012 ആണ് ആ ഒരു ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത്. ഇനി അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു റിസർവേഷന്റെ ബേസിൽ ഈ ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ PSCന്റെ വെബ്സൈറ്റ് ആ ഒരു അഡ്വൈസിന്റെ ആ ഒരു ലാസ്റ്റ് അഡ്വൈസ് പോയതിന്റെ ബേസിലുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി ഇതിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ആ ഒരു 1526 ആണ് നമ്മുടെ എക്സാക്ട് നമ്പർ. എത്ര ആൾക്കാർ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായെന്ന് പറഞ്ഞത് 1526 ആൾക്കാരാണ്. അതുപോലെ അവിടെ വന്നിട്ടുള്ള ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 70.6. കഴിഞ്ഞ ആ ഷോർട്ട് ലിസ്റ്റ് വന്ന കേസിൽ നമുക്കറിയാം 73 ആയിരുന്നു കട്ട് ഓഫ്. അവിടെ വന്ന ആൾക്കാർ എന്ന് പറയുന്നത് 620 അടുത്തായിരുന്നു. അപ്പൊ അതിൽ 11 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ LSTD ഗ്രേഡ് 1 കേസാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതിന്റെ അകത്ത് ഒരു 11ഓളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആ 73 എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു എക്സാം ഒക്കെ ആയിരുന്നു. അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടൊരു എക്സാം അല്ലായിരുന്നു. അപ്പൊ ആ കേസിൽ 73 മാർക്ക് എന്ന് പറയുന്നത് ആ 616 ആൾക്കല്ലേ 620 ആൾക്ക് കിട്ടിയ ആ ഒരു മാർക്കാണ്.
ഈ കേസിൽ 1526 ആൾക്ക് കിട്ടിയ മാർക്കാണ് ആ ഒരു 70.67 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു നമ്പർ അല്ലെ, ഒരു റഫ് എസ്റ്റിമേറ്റ് നമുക്ക് ഒരിക്കലും ആ ഒരു കട്ട് ഓഫിന്റെ കേസ് ഞാനിപ്പോഴും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു 80ന്റെ മേളിൽ വാങ്ങിക്കാൻ തന്നെ ശ്രമിച്ച് പഠിക്കുക. അപ്പോഴാണ് നമുക്ക് എന്തായാലും ഒരു 1500 ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് ഇടുകയാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മേ ബി നമ്മുടെ ഒരു കോമ്പറ്റീഷന്റെ ഒക്കെ ഒരു സാഹചര്യം പോലെ അല്ലെ, അതിന്റെ ഒരു ബേസിസിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അഡ്വൈസ് കിട്ടുന്ന ആ ഒരു തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു നമ്പറൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പൊ ആ ഒരു 1526 ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം ആ ഒരു 1000-1500 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറിന്റെ ആ ഒരു റേഞ്ച് തന്നെ വെക്കാം. ഇനി ഈ സിറ്റുവേഷൻ നമ്മുടെ ഇന്ന് കറന്റ്ലി നമ്മുടെ ആ ഒരു കേസ് കറന്റ് ആയിട്ടുള്ള ആ ഒരു എക്സാം നടക്കാൻ പോകുന്ന സിറ്റുവേഷനിൽ എന്നാണ് നമ്മുടെ November 22 ആണ് എക്സാം. അതുപോലെ ആ ഒരു അപേക്ഷിച്ച ആൾക്കാരുടെ നമ്പർ എന്ന് പറയുന്നത് 28,034 ആയിരുന്നു. അതില് റീസെന്റ് ആയിട്ട് നമ്മുടെ PSC വെബ്സൈറ്റിൽ നിന്ന് നമ്പർ പ്രകാരം ഏകദേശം ഒരു 8000 ആൾക്കാരുള്ള അതിൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. ഒരു 19,250 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്രയും ആൾക്കാർക്ക് എതിരെയാണ് നമ്മൾ പോരാടുന്നത് അല്ലെ. ഇനി അതിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കറന്റ് ആയിട്ട് അത്രയും കാര്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണവും നമുക്ക് എക്സാക്ട്ലി ആ ഒരു 19,250 ആൾക്കാർ അല്ലെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പഠിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് ഈ പറഞ്ഞ നിങ്ങളുടെ ആ ഒരു കറന്റ് പ്രിപ്പറേഷൻസ് ലെവൽസ് ഒന്ന് ഊർജ്ജസ്വലമാക്കിയാൽ നമുക്ക് മേ ബി അതിൻ്റെ അകത്ത് ഈ പറയുന്ന ആ ഒരു മേ ബി ഒരു 30-40% ഒക്കെ ആൾക്കാർ ഉറപ്പായിട്ട് നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആ ഒരു 30-40% ആൾക്കാരുടെ മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. ആ ഒരു 1000ന്റെ അകത്തൊക്കെ റാങ്ക് കിട്ടിയാൽ ഇവിടെ വരുന്ന വലിയൊരു അഡ്വാൻറ്റേജ് വേറെ എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഗ്രേഡ് 1 PWD ഇറിഗേഷന്റെ എക്സാം, ഗ്രേഡ് 1 LSTD എക്സാം, അതുപോലെ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ എക്സാം, ഇതൊക്കെ നമ്മുടെ ഈ ഒരു സെയിം ഒരു 4-5 മാസത്തെ ഒരു ഗ്യാപ്പിലാണ് നടന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആൾക്കാർ പല ആൾക്കാരും വരുന്നത് കോമൺ ആയിരിക്കും. നമ്മുടെ ആ ഒരു LSTD ഗ്രേഡ് 1, PWD ഇറിഗേഷൻ ഗ്രേഡ് 1 അല്ലെ, അത് കഴിഞ്ഞ് PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാം, അതുപോലെ നമ്മുടെ ഹാർബറിന്റെ എക്സാംസ് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാംസ് ഒക്കെ ഈ ഒരു 5-6 മാസത്തെ ഒരു കാലാവധിയിനുള്ളിൽ നടന്നുകൊണ്ട് ഞാൻ അവിടെയാണ് നിങ്ങൾക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. നിങ്ങൾ ഇതുവരെയുള്ള ആ ഒരു പെർഫോമൻസിന്റെ ബേസിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഒട്ടും അമാന്തിക്കാണ്ട് പഠിച്ചു തുടങ്ങും. കാരണം ഇതാണ്, നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഒരു അത്യാവശ്യം ഹൈ ലെവലിലുള്ള റാങ്ക് ഇല്ലെങ്കിൽ കൂടി ഈ പറയുന്ന പോലെ ആ ആൾക്കാരൊക്കെ മിക്കവാറും ബാക്കിയുള്ള ആ ഒരു പോസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ ഉള്ളതുകൊണ്ട് ഗ്രേഡ് 1 PWD ഇറിഗേഷൻ വന്നാൽ അല്ലെങ്കിൽ ഗ്രേഡ് 1 LSTD പോസ്റ്റ് വന്നാൽ എന്തായാലും ഗ്രേഡ് 2 അപേക്ഷിച്ച ആൾക്കാർ അതിലേക്കാണ് പോവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കേസ് അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു അവസരമാണ് ഈ പറയുന്ന LSTD ഗ്രേഡ് 2. ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു 1000-1500 അടുത്ത് റാങ്ക് ലിസ്റ്റ് മിക്കവാറും പൊതുവെയുള്ള ആ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് അത്രയും ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് അവിടെ വരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അകത്ത് മേലുള്ള ആൾക്കാർ മിക്കവാറും ബാക്കിയുള്ള റാങ്ക് ലിസ്റ്റിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അല്ലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാഹചര്യം അല്ലെങ്കിൽ നല്ലൊരു അവസരമാണ് ഈ ഒരു LSTD ഗ്രേഡ് 2 എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിന്റെ അടുത്ത സമയം ബാക്കി, 2 മാസം എക്സാക്ട്ലി പറഞ്ഞ ഒരു 50 ഡേയ്സിന്റെ സമയം എന്തായാലും നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് അല്ലെ. ആ ഒരു 50 ഡേയ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ലതായിട്ടൊന്ന് സെറ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അവിടെ എന്താണ് കുറച്ച് നല്ല കൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് റിവൈസ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് റിവിഷൻ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാമിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്തുള്ള ഹൈ ലെവൽ അല്ലെ ഹയർ ആയിട്ടുള്ള റാങ്ക് തന്നെ വാങ്ങിക്കാൻ പറ്റണം. അതുപോലെ എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു അല്ലെ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു എക്സാംസ് നമ്മുടെ ഓവർസിയർ എക്സാംസിന് ഇനി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഒരു ഓവർസിയർ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. October 20 അതിന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ PWD എക്സാമിൽ പെട്ടെന്ന് ഷടപടി ചെയ്യുന്നതായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊരു റിവിഷൻ നമ്മൾ ഓൾറെഡി LSTD എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു എക്സാംസിന്റെ ആ ഒരു ബേസ് അവിടെ ഉണ്ട്. അപ്പൊ അതൊന്ന് സെറ്റ് ആക്കി നമ്മുടെ PWD എക്സാം ഒന്ന് തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിനൊക്കെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ഓവർസിയർ ബാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4,999 ആണ്. അതുപോലെ നമ്മുടെ ആ ഒരു PWD ബാച്ചിന്റെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് റിവിഷൻ ബാച്ചാണ് 999. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ആ നമ്പർ 9995 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ കാര്യമായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് അവർ LSTD ഗ്രേഡ് 2 എക്സാമിന് എടുക്കാം അല്ലെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.